എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ കൃത്യമായിട്ട് ആഴ്ചയിൽ നക്ഷത്രഫലങ്ങൾ ഇട്ടുകൊണ്ടിരുന്നതൊക്കെ കുറച്ച് നാളായിട്ടുള്ള തിരക്ക് കാരണം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സമയം ഇപ്പോൾ ഒട്ടും കിട്ടുന്നില്ല. ആവശ്യമായി വരുന്നവരുടെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ ക്ഷേത്രത്തിൽ കയറാനുള്ള സമയമാകുന്നത് കൊണ്ടാണ് വീഡിയോകൾ ചെയ്യാതിരുന്നത്. ഇത്രയും നാൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിന് എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ വിഷുഫലം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, അതും ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം എല്ലാവർക്കും ഗുണദോഷ ഫലങ്ങളെ നൽകുന്ന വ്യാഴമാറ്റ ഫലം, അതാണ് ശരിക്കും വിഷുഫലമായിട്ട് ഒരു വർഷത്തേക്ക് നമുക്ക് അനുഭവയോഗ്യമാകുന്നത്. അതിൽ ഈ വ്യാഴം രാശി മാറുന്നത് മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു വർഷത്തേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റഫലം വരുന്നത്. ഗുണവും ദോഷങ്ങളൊക്കെ കൂടുതലായിട്ട് നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. അതിൽ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ കൂറുകാർക്കും വ്യാഴമാറ്റം ഏറെ സ്വാധീനം ചെയ്യുന്നതാണ്. അത് ഈ വരുന്ന 2026 ജൂൺ മാസം 1-ാം തീയതി 1201 മേടം ഇടവമാസം 18-ാം തീയതി രാത്രിയാണ് വ്യാഴം രാശി മാറുന്നത്. അപ്പോൾ ജൂൺ മാസം 1-ാം തീയതി മുതൽ തന്നെ വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് അനുഭവയോഗ്യമായി തുടങ്ങും. ഒരു വർഷക്കാലത്തേക്കാണ് വ്യാഴമാറ്റം വരുന്നത്. അടുത്ത വർഷം മേടമാസം വരെയാണ് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റ ഫലങ്ങൾ എല്ലാവർക്കും അനുഭവയോഗ്യമാകുക. അപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണം വരുന്നത്, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ദോഷം വരുന്നത്, അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഗുണദോഷങ്ങൾ ഏറെ നമ്മുടെ ജീവിതത്തിൻ്റെ ജയത്തിനും അപജയത്തിനെയൊക്കെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ വളരെ കാര്യമായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. ആദ്യമായി തന്നെ അശ്വതിയും ഭരണിയും കാർത്തിക കാലം ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം കഴിഞ്ഞ മേടമാസം മുതൽ ഈ ഒരു വർഷക്കാലം അവർക്ക് 3-ാം ഭാവത്തായിരുന്നു വ്യാഴം. 3 നിൽക്കുന്ന വ്യാഴം ഭാവ്യഭ്രാതകതയെ സഹായ വിഗമോ എന്നാണ്, നമുക്ക് ലഭിക്കേണ്ടത് സഹായങ്ങളൊക്കെ തടസ്സമായിട്ട് മാറ്റുന്ന യോഗങ്ങളെയൊക്കെ നൽകും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുമായിട്ട് പോലും വിദ്വേഷം വന്ന് ഭവിക്കുകയോ നമ്മളുമായിട്ട് അനുകൂലത്തിൽ നിൽക്കുന്നവരൊക്കെ ആയിട്ട് പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരിക, സാമ്പത്തിക തടസ്സങ്ങളൊക്കെ വരിക, ഇതൊക്കെ സഹോദരങ്ങളുമായിട്ട് കലഹിക്കേണ്ടൊക്കെ വരിക എന്ന് പറയുന്ന യോഗങ്ങളും മനോബലങ്ങൾ കുറഞ്ഞു പോകേണ്ടതായ യോഗങ്ങളൊക്കെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം വരെ ഉണ്ടായിരുന്നതായ ദോഷഫലങ്ങൾ. ഇവരെ സംബന്ധിച്ച് വ്യാഴം 4-ാം ഭാവത്തിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഗൃഹത്തിനുള്ള യോഗം, വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം, സഹോദരങ്ങളൊക്കെ ആയിട്ട് സ്നേഹത്തിലാകുന്നതിനും ഗൃഹസ്ഥാനം മൂടി പിടിപ്പിക്കുന്നതിനോ പുതിയ ഗൃഹങ്ങൾ വാങ്ങിക്കുന്നതിനോ ഭൂമി വാങ്ങിക്കാനായിട്ട് പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് വരാൻ പോകുന്ന ഒരു വർഷക്കാലം. ഈ സാഹചര്യത്തിൽ നമ്മൾ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്തി നമ്മുടെ ജീവിത വിജയത്തിനായി ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് ഈ വരുന്ന ഒരു വർഷം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം ലഭിക്കുന്നതിനും മാതാവിൽ നിന്നൊക്കെ സൗഭാഗ്യം ലഭിക്കുന്നതിനും മാതൃ വീട്ടുകാരിൽ നിന്നൊക്കെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനും വാഹന ഗൃഹയോഗങ്ങളൊക്കെ ലഭിക്കുന്നതിനും തർക്കമുണ്ടായിരുന്ന കേസുകളോ തർക്കങ്ങളോ ഒക്കെ മാറി അതൊക്കെ അനുകൂലമാകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ വരുന്ന വ്യാഴമാറ്റത്തോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ ഒരു വർഷക്കാലത്തെ വ്യാഴമാറ്റം ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലം എന്ന് തന്നെ നമുക്ക് പറയാം. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം 2-ാം ഭാവത്തിൽ നിന്ന് 3-ലേക്ക് വ്യാഴം മാറുകയാണ്. അതുകൊണ്ട് തന്നെ പലവിധത്തിലുള്ള പ്രയാസങ്ങളും മനോക്ലേശങ്ങളും നമ്മളേറെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലത അല്ലാത്തതായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. സഹോദരങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായ യോഗങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. കലഹങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും കഴിഞ്ഞ കാര്യത്തെപ്പറ്റി വ്യാകുലതപ്പെടുന്ന സ്വഭാവവിശേഷങ്ങളൊക്കെ ഒന്ന് മാറ്റുക. മനോബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയകളൊക്കെ അനുഷ്ഠിക്കുക. പ്രധാനമായിട്ടും ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും നമുക്ക് സഹായം ചെയ്യുന്നവരൊക്കെ ആയിട്ട് പിണക്കങ്ങൾ വരാതിരിക്കാനും ഈ നക്ഷത്രക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാവ്യഭ്രാതകതയെ എന്നാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സഹോദര നാശത്തെ വരുത്തിയില്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണഫലത്തിന് തടസ്സം നിൽക്കും, നമുക്ക് ലഭിക്കാനുള്ള സഹായങ്ങൾക്ക് തടസ്സം നിൽക്കും. കേസുകളോ തർക്കങ്ങളോ ഒക്കെ വരുന്നതൊക്കെ നമുക്ക് വിപരീത ഫലത്തെ നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി മാറുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണ വിഷ്ണു ക്ഷേത്ര ദർശനവും തൃക്കൈവെണ്ണ തുളസിമാല സമർപ്പിക്കൽ, മഞ്ഞുടയാട സമർപ്പിക്കൽ, ചന്ദനം ചാർത്തൽ, ഇതൊക്കെയാണ് പ്രധാന വഴിപാടായിട്ട് പറയുക. അതിനൊപ്പം തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചെന്ന് വ്യാഴ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും
ഈ നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തെ നൽകാനായിട്ട് ഉപകരിക്കുന്നതാണ്. മകയിരത്തിനെയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാൽ ഉൾപ്പെടുന്ന മിഥുനക്കുറുകാർക്ക് ജന്മവ്യാഴം എന്ന് പറയുന്ന ഒരു സമയമായിരുന്നു ഇത്രയും നാൾ. ആ ജന്മവ്യാഴം മാറി 2ാം ഭാവത്തിലേക്ക് വ്യാഴം രാശി മാറുന്നതായ സമയമാണ്. അത് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. 2ലേക്കുള്ള വ്യാഴമാറ്റം പൂർവികമായ സ്വത്തിനെ ലഭിക്കുന്നതിനും കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കുന്നതിനും പിണക്കങ്ങളൊക്കെ മാറി കുടുംബജനങ്ങളുമായിട്ട് സ്വരുമതയിൽ കഴിയുന്നതിനും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിനൊക്കെയുള്ള യോഗം ഈ മെയ് മാസം അവസാനത്തോടുകൂടി, ജൂൺ ആദ്യത്തോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഒരു പരിധിവരെ മാറുന്നതിനൊക്കെ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ നക്ഷത്രക്കാർ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. പുണർദത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് ഈ വ്യാഴമാറ്റം. 12ാം ഭാവത്തായിരുന്നു വ്യാഴം. 12ൽ നിൽക്കുന്ന വ്യാഴം പാപം മേഞ്ച പതനം നിരയെ വാമമുങ്കമം സ്ഥാനഭ്രംശിച്ച വൈകല്യം എന്നൊക്കെയാണ്. 12 നിൽക്കുന്ന വ്യാഴം ധനനഷ്ടത്തെ പ്രധാനമായിട്ട് വരുത്തിവെക്കും. വീഴ്ച, പതനം, സ്ഥാനഭ്രംശം, ശരീരത്തിൽ വരുന്ന ക്ഷതങ്ങളൊക്കെ ഫലമായിട്ട് പറയാവുന്ന യോഗം നൽകും. അതുപോലെ തന്നെ ഈശ്വരാധീനത്തെ മറച്ചു വയ്ക്കുന്നതായ സമയങ്ങളായിരുന്നു ഈ ഒരു വർഷക്കാലം. ഇവർക്ക് ഏറ്റവും ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് 12ാം ഭാവത്തിൽ നിന്ന് ലഗ്നത്തിലേക്ക്, ജന്മത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുകയാണ്. ജന്മവ്യാഴം എന്ന് പറയുന്നൊരു ദോഷമുണ്ടെങ്കിൽ തന്നെയും നേരത്തെ അനുഭവിച്ചതായ ക്ലേശങ്ങളൊന്നും അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. സാമ്പത്തിക കാര്യങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ കൺട്രോളിലേക്ക് വരുന്നതാണ്. മുമ്പത്തെ വർഷം എന്ന് പറയുമ്പോൾ സാമ്പത്തികം വന്നാലും അത് അധികമായിട്ടുള്ള ചിലവാണ്. എവിടെ പോയി നമ്മൾ ആലോചിച്ച പോലെ നമുക്ക് പിടികിട്ടില്ല എന്ന് പറയുന്ന സമയമായിരുന്നു. അത് മാറിക്കൊണ്ട് ഒരു പരിധിവരെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാം. ഈ സമയത്തെ തൊഴിൽപരമായിട്ട് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്ന സ്വഭാവവിശേഷങ്ങളൊന്ന് മാറ്റുക. സ്വന്തമായിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നതും ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടി കൂടുതൽ ഗുണഫലത്തെ നൽകുന്നതായിരിക്കും. മകം, പൂരം, ഉത്രത്തിക്കാൽ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. വളരെ ദോഷമാണ്. 11 വ്യാഴമായിരുന്നു ഇവർക്ക്. സർവ്വാഭിഷ്ടങ്ങളും സാധിച്ചുകൊണ്ട് ധനലാഭങ്ങളൊക്കെ കൈവന്നിടുന്നതായ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അനുഭവ യോഗ്യത്തിൽ വന്നിരുന്നതായ സമയമാണ്. അത് മാറിക്കൊണ്ട് 12ാം ഭാവത്തിലേക്ക് വരുന്നതായ വ്യാഴമാണ്. 12 വർഷത്തിലൊരിക്കലാണ് ഇങ്ങനൊരു 12ലേക്ക് വ്യാഴം എത്തുക. അടുത്ത ഈ ഒരു യോഗത്തിന് ശേഷം വീണ്ടും 12 വർഷത്തിന് ശേഷമാണ് ഈ ദോഷം വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദോഷത്തിൻ്റെ കാഠിന്യവും കൂടുതലായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ നമ്മുടെ വിചാരിക്കുന്ന രീതിയിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നതായ ഒരു യോഗമാണ് ഈ ഒരു വർഷക്കാലത്തേക്കിനി. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. നമ്മൾ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്ന സ്വഭാവവിശേഷണം ഇവരെ സംബന്ധിച്ചിട്ട് മാറ്റിവെക്കുക. ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നൊരു സ്വഭാവവിശേഷണം പൂരനക്ഷത്രക്കാർക്ക് പറയാം. അതുകൊണ്ട് തന്നെ പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടായാൽ ആ ആഗ്രഹം നമുക്ക് അനുഭവയോഗ്യമാക്കേണ്ടതുണ്ടോ, ഇല്ലെങ്കിൽ നമുക്കതിനെ വാങ്ങേണ്ടതുണ്ടോ എന്നൊക്കെ 1-2 ദിവസം ചിന്തിച്ചതിന് ശേഷം മാത്രം പണം മുടക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കുന്നതിന് വേണ്ടി ധനം ചിലവഴിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. 12ാം ഭാവത്തിന് വ്യാഴമാണ്. വീഴ്ച, പതനങ്ങൾ വരാതിരിക്കാനും സാമ്പത്തിക അപജയങ്ങൾ വന്ന് കടബാധ്യത വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്രത്തിക്കാലും അത്തവും ചിത്തിരത്തരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴമാറ്റമാണ്. ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുകൂലമാണ് ഈ വ്യാഴമാറ്റം. ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് വേണം പറയാനായിട്ട്. നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുക, വിദേശത്തേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി അനുഭവയോഗ്യത്തിൽ വരിക, വിവാഹാദി കാര്യങ്ങളുടെ തടസ്സം മാറുക, ഭൂമി, ഗൃഹ, വാഹന യോഗങ്ങളൊക്കെ ലഭിക്കുക, ഏറെ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക പരാധീനതകളൊക്കെ മാറി സാമ്പത്തിക നേട്ടങ്ങൾക്ക് കൈവരിക്കാനുള്ള യോഗമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിത്തരുന്നതിന് വിദ്യാവിജയം, തൊഴിൽ സ്ഥിതി, വിവാഹാദി തടസ്സങ്ങളൊക്കെ മാറുക, ഗൃഹസ്ഥാനത്തെ കലഹങ്ങളൊക്കെ മാറി ഏറ്റവും മനഃശാന്തിയോടുകൂടി കഴിയുന്നതിനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 9ൽ നിന്ന് 10ാം ഭാവത്തിലേക്ക് വരികയാണ്. കർമ്മസ്ഥാനത്തേക്കാണ് വ്യാഴം. കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടെങ്കിൽ തന്നെയും കർമ്മസ്ഥാനത്തേക്ക് വരുന്ന വ്യാഴം കർമ്മരംഗത്ത് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാതിരിക്കാനും നമ്മുടെ മേലധികാരികളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗാദി ക്ലേശങ്ങളൊക്കെ മാറി ആരോഗ്യ പുഷ്ടിയെ പ്രതീക്ഷിക്കാവുന്നതാണ്.
10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ വിശേഷമായിട്ടുള്ള ദൃഷ്ടി 2ാം ഭാവത്തിലേക്ക് ജന്മരാശിയുടെ 2ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഏറെ നാളായിട്ട് നമുക്ക് ലഭിക്കാനുണ്ടായിരുന്ന ധനത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി ആ ധനം കരണീയമാകുന്നതിനൊക്കെയുള്ള യോഗമുണ്ട്. ഭൂമി വ്യവഹാരങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഭൂമിയുടെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നതിനും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മരംഗത്തെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ ഒരു വർഷക്കാലം. അതിനെ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ട് യഥാശക്തി വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുകൂലം. വിഷാദക്കാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം ഈ നക്ഷത്രക്കാർക്കാണ്. കാരണം ഈ ഒരു വർഷക്കാലം അവർക്ക് അഷ്ടമത്തിലെ വ്യാഴമായിരുന്നു. അഷ്ടമത്തിലെ വ്യാഴം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുരിതം എന്നാണ് ജ്യോതിശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ആയുസ് സംബന്ധിച്ച് ദീർഘായുസിനൊക്കെയുള്ള യോഗം നൽകുമെങ്കിൽ തന്നെയും സർവപ്രണാശവും വിപദവും അപവാദവും എന്നാണ്. എല്ലാ വസ്തുക്കളുടെയും നാശം, അപവാദം കേൾക്കേണ്ടി വരിക, നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടി വരിക, വാഹന അപകട നിമിത്തം ക്ലേശങ്ങൾ സംഭവിക്കുക, ആയുധങ്ങൾ നിമിത്തം ക്ലേശങ്ങൾ സംഭവിക്കുക, നമ്മൾ പറയാത്ത കാര്യത്തിന് നമ്മൾ പഴി കേൾക്കേണ്ടതായിട്ടുള്ള യോഗങ്ങൾ വരിക, സ്ത്രീജനങ്ങൾ നിമിത്തം അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ടുള്ള യോഗം വരിക, സ്വദേശം വിട്ട് പോയാൽ മതിയെന്ന് വരെ ചിന്തിച്ചു പോകുന്നതായ സമയമായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം. അത് മാറി 9ാം ഭാവത്തിലേക്കുള്ള വ്യാഴമാണ്. സൗമ്യ ധർമ്മസ്ഥിതി സദ്ഗുരുജനപിതൃമനസ ഈശ്വരാനാം പ്രസാദം. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഗുരുക്കന്മാരുടെ പ്രീതി ലഭിക്കുന്നതിനൊക്കെയുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായ പ്രാർത്ഥനയുടെയും വഴിപാടിൻ്റെയൊക്കെ ഫലസിദ്ധിയൊക്കെ പ്രതീക്ഷിക്കാവുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് നിരുത്സാഹപ്പെട്ടിരിക്കാതെ മനസ്സിലെ ക്ലേശങ്ങളൊന്നുമില്ലാതെ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം ലഭിക്കുന്നതിനും നമ്മൾ മത്സര പരീക്ഷകളിലേക്ക് ഫലങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതിനും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നതാണ്. ഇപ്പോൾ ചെയ്യുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കൊക്കെ ഇരട്ടി ഫലവും ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ ആ ദേവതേനെ നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ ഭാഗ്യസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും വൃശ്ചികക്കൂറിൽപ്പെടുന്നതായ വിശാഖം, തൃക്കേട്ട, അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാലിൽ ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ ക്ലേശകരമായിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അഷ്ടമത്തിലേക്കാണ് നിങ്ങളുടെ വ്യാഴമാറ്റം. 7ാം ഭാവത്തിൽ നിന്ന് വ്യാഴം അഷ്ടമത്തിലേക്ക് രാശി മാറുകയാണ്. 8ാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും. ഭക്ഷണകാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണങ്ങൾ നിമിത്തം ക്ലേശങ്ങൾ വരാം. നമ്മൾ മറ്റുള്ള ജനങ്ങൾ നിമിത്തം നമുക്ക് അപവാദങ്ങൾക്കുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. ദുഷ്കീർത്തിയും കള്ളപ്പേരൊക്കെ ലഭിച്ചെന്ന് വരാം. അതിലൊക്കെ മനചാഞ്ചല്യം വരാതെ എല്ലാ കാര്യങ്ങളും സഹിച്ചു മുന്നോട്ട് പോവുക. അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ ഫലത്തിൻ്റെ കാഠിന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന സമയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കഴിയാവുന്നതും ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക. അതായത് ഭഗവാന്റെ ക്ഷേത്രം ഏറ്റവും അടുത്ത് നിന്നുക എന്ന് ഉദ്ദേശിച്ചത് എല്ലാ ദിവസവും കഴിയാവുന്ന എല്ലാ വ്യാഴാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുക എന്നാണ്. ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ ഏറ്റവും അടുത്ത് പോയി നിൽക്കുക എന്നല്ല അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളായി മാറുക എന്നാണ് അഷ്ടമത്തിലെ വ്യാഴം വരുന്ന സമയത്ത്. ആ സമയത്തെ ദോഷങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ കഠിനമായിട്ടുള്ള പ്രാർത്ഥനയും കഠിനമായിട്ടുള്ള പരിശ്രമവും ആവശ്യമാണ്. അതിന് ഒരു ഗ്രഹമാറ്റം എന്നൊക്കെ പറയുമ്പോൾ ഒരു മുൻവിധിയും സൂചന എന്നാണ് ജ്യോതിശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ക്ലേശങ്ങൾ ഈ ഒരു വർഷത്തിൽ ലഭിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കഴിയാവുന്നതും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് ധനം കടം വാങ്ങിക്കാതിരിക്കാനും ഈ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കും. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിൽ നിന്നുള്ള വ്യാഴം മാറിയത് ഇവരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. 7ലേക്കാണ് ഇവരെ സംബന്ധിച്ച് വ്യാഴമാറ്റം. വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഈ നക്ഷത്രക്കാർക്ക് വിവാഹം ലഭിക്കുന്നതിനുള്ള യോഗങ്ങൾ ഈ വ്യാഴമാറ്റത്തോടുകൂടി ലഭിക്കുന്നുണ്ട്. 7ാം ഭാവത്തിലേക്ക് വരുന്നത് വിദേശത്തേക്ക് പോകാനൊക്കെ ഏറ്റവും അനുകൂലമായ സാഹചര്യവും ഗൃഹനിർമ്മാണത്തിനും ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളെ വിശേഷിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഏറെ നാളെ ആഗ്രഹിക്കുന്ന ഗൃഹനിർമ്മാണം നടക്കുന്നതിനും ഗൃഹം പുനർനിർമ്മിക്കുന്നതിനും മൂടി പിടിപ്പിക്കുന്നതിനുമൊക്കെയുള്ള യോഗങ്ങളൊക്കെ നൽകുന്നുണ്ട്. വിവാഹങ്ങൾ തടസ്സങ്ങളില്ലാണ്ട് നടന്നു പോകുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് യോഗം നൽകുന്നതാണ്. അപ്പം ഈ വ്യാഴമാറ്റം 7ാം ഭാവത്തിലേക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ അതിൻ്റെ നന്ദി സൂചകമായിട്ട് നമ്മൾ ഭഗവാന്റെ പാൽപ്പായസ നിവേദ്യം നടത്തുക, മഞ്ഞ ഉടയാടകൾ വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ ഭഗവാന്റെ കൂടുതൽ പ്രീതി കൂടി ലഭിച്ച് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നതാണ്. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം ഇവർക്ക് ആശുപത്രി വാസം വരെ പറയുന്നതായ സമയമാണ്.
ആശുപത്രിയിൽ സഹവാസം ആശുപത്രിയിലേക്ക് മാറ്റിയോന്ന് വരെ മറ്റുള്ളവരിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചേക്കാം. അതുകൊണ്ട് വളരെ തമാശയായിട്ടല്ലാതെ തന്നെ അതിനെ കാര്യമായിട്ട് ഈ നക്ഷത്രക്കാരൊന്ന് സ്വീകരിക്കുക. ശാരീരിക അസ്വസ്ഥതകൾ ഏറി വരാം. തസ്കരാരാദി വിഘ്നാദി വ്യാധി വെച്ച എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ ലഭിച്ചേക്കാം. കള്ളന്മാർ നിമിത്തമുള്ള ഉപദ്രവങ്ങൾ നമുക്ക് വന്നു ചേർന്നേക്കാം. നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള രോഗം വരാം. നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലും നമ്മുടെ ശത്രുക്കളായി മാറുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം. അതുകൊണ്ട് തന്നെ 6ാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം ഇവർ വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ്. പല വിധത്തിലുള്ള ശാരീരിക വ്യാധികളും വന്നു ചേരാം. വാഹനം നിമിത്തമോ ആയുധങ്ങൾ നിമിത്തമോ ഒക്കെ നമുക്ക് ശരീരത്തിൽ പരിക്കുകൾ പറ്റാവുന്ന ഒരു സമയവും കൂടിയാണ് 6ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നത്. അപ്പോൾ ഈ വരുന്ന ജൂൺ മാസം മുതൽ ഒരു വർഷക്കാലത്തേക്ക് ഇവർ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വളരെ നിസ്സാരമായിട്ടുള്ള അസുഖമാണെങ്കിൽ പോലും വൈദ്യസഹായം കൃത്യമായിട്ട് തേടാൻ ശ്രമിക്കുക. മറ്റുള്ളവരുമായിട്ട് ശത്രുത വരേണ്ടതായ സാഹചര്യങ്ങളിൽ നിന്ന് കഴിയാവുന്നതും മാറി നിൽക്കാനും കൂടി ഈ നക്ഷത്രക്കാർ ഈ ഒരു വർഷക്കാലം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാർ കൃത്യമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും സ്വന്തം കരങ്ങൾ കൊണ്ട് കെട്ടിയിട്ടുള്ള തുളസിമാല ഭഗവാന് സമർപ്പിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തുളസിമാലയിലും മതി. എന്നാലും ഏറ്റവും പരിശുദ്ധമായിട്ട് കെട്ടി സമർപ്പിക്കാൻ പറ്റുന്നത് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ശ്രമിക്കുക. അതായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലത്തെ ദോഷം മാറാനായിട്ട് ഏറെ ഉപകരിക്കുക. പൂരുരുട്ടാതിക്കാലം ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ 5ാം ഭാവത്തിലേക്കുള്ള മാറ്റം ഏറെ അനുകൂലമാണ്. 5ാം ഭാവത്തിലേക്ക് പുത്രഭാഗ്യം, പുത്ര തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഈ നക്ഷത്രക്കാരുടെ പുത്ര തടസ്സങ്ങളൊക്കെ മാറി പുത്രഭാഗ്യം ലഭിക്കുന്നതിനും പുത്രന്മാർക്ക് അല്ലെങ്കിൽ പുത്രികൾക്ക് നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതിനും അവരുടെ ജീവിത വിജയം കൊണ്ട് നമുക്ക് മനസ്സന്തോഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും പൂർവിക സുഹൃതത്തെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ വ്യാഴമാറ്റം കൊണ്ട് ലഭിക്കുന്നതാണ്. കുടുംബസ്ഥാനം മനസ്സന്തോഷത്തോടുകൂടി തന്നെ കുടുംബ അന്തരീക്ഷം മാറും. മനസ്സിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനൊക്കെയുള്ള യോഗങ്ങളും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിജയങ്ങളൊക്കെ ലഭിക്കുന്നതിനും എൻട്രൻസ് മെഡിസിൻ പരീക്ഷകൾക്കൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള മത്സര പരീക്ഷ ഫലങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സംജാതമാകുന്നതിനുള്ള യോഗവും വ്യാഴത്തിൻ്റെ മാറ്റം നൽകുന്നതാണ്. ഇവരെ സംബന്ധിച്ച് 4ാം ഭാവത്തിൽ നിന്ന് 5ലേക്ക് മാറുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം സംബന്ധിച്ച് ഗൃഹസ്ഥാനം, ഗൃഹവാഹനം ഇത്യാദി യോഗങ്ങളൊക്കെയാണ്. എങ്കിലും അതിൻ്റെതായ കുറച്ചുകൂടെ പുണ്യം കഴിഞ്ഞ ജന്മത്തിലെയും നമ്മുടെ ചെയ്തിട്ടുള്ള പൂർവികരുടെ സുഹൃതഫലങ്ങളും പുണ്യഫലങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും കൂടി ഈ ഒരു വർഷക്കാലം ഇവർക്ക് അനുഭവയോഗ്യമാണ്. എല്ലാവർക്കും ഈ വ്യാഴമാറ്റം അവരുടെ ജീവിതത്തിന് ദോഷങ്ങളൊന്നും നൽകാതെ ഗുണഫലത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഒരു ഗ്രഹം മാറി ഉടനെ നമ്മുടെ ജീവിതത്തിന് ഇത്രയും മാറ്റങ്ങളൊക്കെ ലഭിക്കുമെന്ന്. തീർച്ചയായിട്ടും. കാരണം സൂര്യഭഗവാനും ഒരു ഗ്രഹമാണ്. ആ സൂര്യഭഗവാൻ നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത മേടമാസത്തിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചൂടിൻ്റെ സ്വാധീനം ഇല്ലെങ്കിൽ ആ ചൂട് നൽകിയ എഫക്റ്റൊക്കെ നമുക്ക് അനുഭവയോഗ്യമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളും അവരുടേതായ ഒരു സ്വഭാവവും അല്ലെങ്കിൽ സ്വാധീനവും അവരുടേതായ രശ്മികളും ഭൂമിയിൽ പതിപ്പിക്കുന്നുണ്ട്. നമുക്ക് സൂര്യനെ നേരിട്ട് കാണാൻ പറ്റുന്നത് കൊണ്ട് അനുഭവയോഗ്യമാകുന്നത് കൊണ്ടാണ് നമ്മൾ അതുമാത്രം വിശ്വസിക്കുവാനെന്ന് പറയുന്നത്. ബുദ്ധിയുടെയും അറിവിൻ്റെയും സന്താനത്തിൻ്റെയൊക്കെ കാരകത്വമാണ്. അറിവ് വർദ്ധിക്കുന്നതിനും നമ്മുടെ വിദ്യകളൊക്കെ വിജയിക്കുന്നതിനും സൽബുദ്ധിയൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഈ വ്യാഴമാറ്റം ഏറ്റവും സ്വാധീനം ചെയ്യും. ആ ഭഗവാൻ വ്യാഴഗ്രഹം പ്രസാദിച്ചെങ്കിൽ മാത്രമേ ദൈവാധീനത്തെ ജ്യോതിഷന്മാർ പറയുന്നുള്ളൂ. ആ വ്യാഴത്തിൻ്റെ പ്രസാദം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനവും വന്നു ചേരും എന്ന് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് വ്യാഴമാറ്റത്തിന് ഇത്രയും പ്രാധാന്യം പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർ ഒരു വർഷക്കാലം ഒന്നും ചെയ്യാതെ വീടിനകത്ത് ഇരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിനെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. ഗുണഫലങ്ങൾ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർ എനിക്കിനി നല്ലതാണ്, ഞാൻ വീട്ടിലിരുന്നാൽ മതി എന്നൊരു ചിന്തയും വരാതെ നമ്മൾ ചെയ്യേണ്ടതായ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.